ഹലോ പത്രമാറ്റിൻ്റെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നെ മാളവികയും കൂട്ടി അബി പുറത്തേക്ക് പോകാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ മാളവിക പറയുന്നുണ്ട്, ഞാനങ്ങനെ പുറത്തൊന്നും പറ്റില്ലേ, അത് മറ്റാരോടെ അല്ലല്ലോ, എന്നോടൊപ്പം അല്ലേ വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അബി. അങ്ങനെ മാളവികയും കൂട്ടി അബി ഒരു റെസ്റ്റോറൻറ്റിൽ ചെല്ലുന്നു. ആ സമയത്ത് അവിടെ ഫുഡ് കഴിക്കുന്നിടത്ത് നിൽക്കാതെ ഒരു റൂം കീ അടിച്ച് റൂം തുറക്കുകയാണ്. അപ്പം മാളവിക ചോദിക്കുന്നുണ്ട്, എന്തിനാണ് സാർ, നമുക്കിവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാം, അങ്ങനെയല്ലേ വന്നത്. അങ്ങനെയാണ് മാളവിക എടുത്ത് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നത്. പക്ഷേ അവയുടെ ഉദ്ദേശം മറ്റൊന്നാണ്. അപ്പോൾ അങ്ങനെ അതല്ല, നമുക്ക് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം കഴിക്കാനായിട്ട് പോകാമെന്ന് പറയുന്നത്. അപ്പോൾ മാളവിക പറഞ്ഞില്ല, ഞാനങ്ങനെ മറ്റുള്ള എന്തെങ്കിലും മീറ്റിങ്ങിനോ പാർട്ടികൾക്കോ മാത്രമേ ഞാൻ റെസ്റ്റോറൻറ്റിൽ അങ്ങനെ പോയിട്ടുള്ളൂ, മീറ്റിങ്ങിനൊക്കെ, അല്ലാതെ ഞാൻ അന്യ ആളുകൾക്കൊപ്പം ഇങ്ങനെ പോയിട്ടില്ലെന്ന് പറയുമ്പോൾ, ഞാൻ അന്യതാണോ മാളവിക, എന്താണ് ഈ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ഇറക്കുവാണ്. ഇത് എവിടെയാണ് തട്ടിയെന്ന് അറിയാമോ, എൻ്റെ ഹൃദയത്തിലാണ്, ഹൃദയത്തിൽ തട്ടിയിട്ട് പറയുന്നുണ്ട്, ഇതിവിടാണ് എൻ്റെ തട്ടിയത്, നീ അങ്ങനെ സംസാരിക്കാതെ, ഞാനൊരു അന്യനായിട്ടാണ് നീ കണക്കാക്കുന്നത്, അങ്ങനെയൊന്നും അല്ലല്ലോ, നമ്മൾ വരുന്നതൊന്നും ആരും അറിഞ്ഞിട്ടില്ല, നിന്നെ അത്രയ്ക്കും എനിക്ക് അവർ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്, നീ ഇത്ര ടെൻഷൻ അടിക്കുന്നത് എന്തിനാ, എൻ്റെ ഭാര്യയോ നിൻ്റെ ഭർത്താവോ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, പക്ഷേ നമുക്ക് ഒന്ന് തുറന്ന് സംസാരിക്കാം. അപ്പോൾ മാളവിക പറയുന്നത്, അവിടെ നമുക്കൊരു ക്യാബിനിലിരുന്ന് സംസാരിക്കാമായിരുന്നു, ഇവിടെ വരെ വരേണ്ട കാര്യമില്ല. അപ്പോൾ അതൊന്നുമല്ല, നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് സംസാരിക്കണമെങ്കിൽ, മനസ്സ് തുറന്ന് സംസാരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളെ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഞാൻ ആകെ മനസ്സിന് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. പിന്നെ എൻ്റെ ഭാര്യയാണെങ്കിൽ അവൾ മോശപ്പെട്ട ഒരു സ്ത്രീ തന്നെയാണ്, അവൾക്ക് കാശെന്ന് കേട്ടാൽ അവൾ എന്തും ചെയ്യും, കാശിന് വേണ്ടി അവൾ എന്തും ചെയ്യും. അപ്പോൾ അങ്ങനെ എടുത്തുനിന്ന് എനിക്ക് രക്ഷ നേടാൻ മാളവിക മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അബിയുടെ ടോൺ മാറുകയാണ് കേട്ടോ. അപ്പോൾ നവ്യനെ മൊത്തത്തിൽ കുറ്റം പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അവൾ മോഡലിങ്ങിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് വിട്ടുകൊടുത്തത്. കാരണം അവൾക്ക് കാശ് ഉണ്ടെങ്കിൽ അവൾ ഇതിലും പോവും. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയണം. പിന്നെ അബദ്ധവശാൽ എങ്ങനെ ഒരു കുഞ്ഞുണ്ട്, അത് എൻ്റേതാണെന്നോ തന്നെ സംശയമുണ്ട് എനിക്ക് എന്നൊക്കെ തട്ടി വിടുകയാണ്. മാളവിക്ക് ഇത് കേട്ടണൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് ഉള്ളിൽ ദേഷ്യവും പേടിയൊക്കെ ഉണ്ട്. പക്ഷേ പുറമേ കാണിക്കുന്നില്ല. എങ്ങനെയെങ്കിലും അബിയുടെ മനസ്സിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ചോർത്തിയെടുക്കാം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിലാണ് മാളവിക പിന്നെയും നിൽക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് അബിയുടെ വായിൽ നിന്ന് വീഴുന്നുണ്ട്, നിൻ്റെ കാര്യത്തിൽ പല ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും നമ്മുടെ ജ്വല്ലറിയിൽ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഭാഗത്തുനിന്നും. അച്ഛനോ എന്ന് മാളവിക എടുത്ത് ചോദിക്കുകയാണ്. അല്ല, ഞാൻ ഡേവിഡ് അച്ചായനും പിന്നെ അങ്ങനെയാണ് സംസാരിച്ചതെന്ന് പറയണം. പക്ഷേ അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്, അച്ഛനും ഡേവിഡ് സാറെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയല്ല, ഇതുപോലെ നേരത്തെ എനിക്ക് സംസാരിച്ചതായിട്ട് തോന്നിയിരുന്നു എന്ന് മാളവിക പറഞ്ഞു. അങ്ങനെയൊന്നും അല്ല. പിന്നെ അപ്പോൾ മാളവിക ചോദിക്കുന്നുണ്ട്, മാനേജറുടെ സ്ഥാനത്ത് നിന്ന് MD ആവാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയും വരാം ചിലപ്പോൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ അച്ഛൻ്റെ സ്ഥാനം തന്നെയാണോ ഇത് ചോദിക്കുന്ന സമയത്ത് പറയുകയാണ്, നീ ഒരുപാട് ഇതുപോലെ കഴിവുകൾ ഈ ഒരു മനസ്സിൽ സങ്കല്പിച്ചിട്ടാണല്ലോ ഓരോന്ന് ഡിസൈൻസൊക്കെ ചെയ്യുന്നത്. അതുപോലെ നീ പല സങ്കല്പിച്ച് കഥകളും എന്നെ മിടിക്കുകയെന്നൊക്കെയുള്ള രീതിയിൽ മാളവിയെ പ്രശംസിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ സംസാരം നീണ്ടുപോകുന്നു. അങ്ങനെ ആ ഒരു റൂമിലേക്ക് ചെന്നിട്ട് ഫ്രഷ് ആവാനൊക്കെയുള്ള രീതിയിൽ അബി മാളവിയെ കടന്ന് പിടിക്കാനും മറ്റൊരു ദുരുദ്ദേശത്തോട് ചെല്ലുകയും മാളവി അതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും നടക്കില്ല എന്ന് മാളവിക പറയുന്നു. അപ്പോഴേക്കും അബിയുടെ ടോൺ മാറുന്നു, നിന്നെ ഞാൻ അനുസരിപ്പിക്കും അങ്ങനെ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ മാളവികയ്ക്ക് മനസ്സിലായ സംഭവം പ്രശ്നമാണെന്ന്. അപ്പോൾ മാളവിക അബിയെ പിടിച്ച് തള്ളുകയും അതുപോലെ കാരണം നോക്കിയിട്ട് നല്ല ഒരു അടിയും ഒക്കെ കൊടുക്കുന്നുണ്ട് അബിക്ക്. അതിനുശേഷം മാളവിക അബീനെ പിടിച്ച് തള്ളും. അങ്ങനെ ഒത്തിരി തവണ 1-2 തവണയൊക്കെ അബി പിന്നെയും മാളവികയെ പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ മാളവിക അവിടുന്ന് അബിയെ പിടിച്ച് തള്ളി അബിക്ക് അടിയും കൊടുത്തിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. പക്ഷേ പിന്നീട് ചെന്ന് അങ്ങനെ ഒരു ഓട്ടോയിൽ കയറി രക്ഷപ്പെടാൻ നോക്കുന്നെങ്കിലും മാളവിയെ കൊല്ലാനുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. മാളവിയെ ഓട്ടോക്കാരനെയൊക്കെ പിടിച്ച് മാറ്റി മറ്റവർ അവരുടെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അബിയാണ്. അബി ചെന്നിട്ട് നേരെ തറവാട്ടിൽ അനന്തപുരി തറവാട്ടിൽ ചെല്ലുന്നു. അപ്പോൾ നവ്യനെ കാണുന്നുണ്ട്. അപ്പോൾ നവ്യ അടുത്ത് ചെന്നപ്പോൾ ആകെ ഒരു ടെൻഷനും ബുദ്ധിമുട്ടുമൊക്കെ അബിയുടെ മുഖത്ത് കാണുന്നുണ്ട്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, നീ എന്തൊരു വല്ലാതിരിക്കും? ഒന്നുമില്ല. പിന്നെ ആ മാളവിക ഇവിടോട്ടാണ് വിളിച്ചിരുന്നോ എന്ന് ചോദിക്കണം. ഇല്ല, എന്ത് പറ്റി? അല്ല, അവൾ ഇതോ നമ്മുടെ ജ്വല്ലറി എന്തോ ചാരപ്പണി ചെയ്യുന്നതൊക്കെ നമ്മുടെ ഓഫീസിൽ ചില സംശയങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില നീക്കങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അവൾ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ പല കഥകളും പറഞ്ഞു എന്ന് വരും, നീ അതൊന്നും കേട്ട് വിശ്വസിക്കരുതെന്ന് പറയണം. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അതൊന്നും കേട്ട് ഞാൻ വിശ്വസിക്കില്ല എന്നൊക്കെ നവ്യയും പറയുന്നു. അപ്പോൾ ആകെ ഒരു ടെൻഷൻ. നീ എന്താ ടെൻഷൻ? അത് പറയുന്നില്ല. അപ്പോൾ മാളവിയെ പിടിച്ചിനി ഇവിടെ വിവരങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന ഭീതിയിലാണ്
സമയത്താണ് അബി അങ്ങനെ തിരക്കിയത്. പക്ഷേ മാളവികയെ കൊണ്ടുപോയ കാര്യം അബി അറിയുന്നുമില്ല. അതിന് ശേഷമാണ് പിന്നീട് കാണിക്കുന്നത് ഇതുപോലെ മാളവികയെ കുറേ പേര് ചേർന്ന് അവിടെ കൈയുടെ ബാക്ക് സൈഡിൽ പിടിച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്, അനങ്ങാൻ പോലും കഴിയുന്നില്ല. അപ്പോഴത്തേക്കും ഡേവിഡ് അങ്ങോട്ടേക്ക് വരുന്നു. പെട്ടെന്ന് തന്നെ മാളവിക ഡേവിഡ് സാറെന്നും പറഞ്ഞ് ഓടി വിളിക്കുകയാണ്. അപ്പോഴാണ് ഡേവിഡിൻ്റെ ലക്ഷണം മനസ്സിലാവുന്നത്. നിൻ്റെ കള്ളത്തരവും ചരപ്പണിയും ഒക്കെ വെച്ചിട്ട് നീ ഇനി ജീവിച്ചിരിക്കേണ്ട എന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും നാഗേന്ദ്രൻ്റെ എൻട്രിയാണ്. ഞാനാണ് നാഗേന്ദ്രൻ, ഇതിൻ്റെ എല്ലാം ഉടമസ്ഥൻ ഞാനാണ്, ഈ AN ജ്വല്ലറിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ ഞാനാണെന്നും ഒക്കെ പറയുകയാണ്. അങ്ങനെ ഒരുവിധം കഥകളെല്ലാം മാളവികയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, നാഗേന്ദ്രൻ പറയുന്നുമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കെട്ടിത്തൂക്കി കൊല്ലാനുള്ള ആ ഒരു പരിപാടിയാണ്. അപ്പോൾ അതിനു മുമ്പ് സത്യങ്ങളാണ്, ഞാനതിൻ്റെ ഓണർ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതെല്ലാം മാളവിക കേട്ടു. മനസ്സിലാകും സാർ ഇനിയൊന്നും ചെയ്യുന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നില്ല. അപ്പോൾ നിന്നെ അങ്ങ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, പക്ഷേ ഈ ഒരു കണ്ടീഷൻ ഇല്ലാതാക്കിയേ പറ്റൂ. അപ്പോൾ മാളവിക പറഞ്ഞിട്ട് ഞാനങ്ങനെ ആരും ഒറ്റ കൊടുത്തിട്ടില്ല, നീ ചിലപ്പോൾ ഒറ്റ കൊടുത്തിട്ടില്ലായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. നീ നേരത്തെ AN ജ്വല്ലറി ജോലി ചെയ്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് നാഗേന്ദ്രൻ. അതിനുശേഷം മാളവിക ഇങ്ങനെ കുരുക്കിട്ട് കഴുത്തിൽ പിടിച്ചിങ്ങനെ കെട്ടി ഇങ്ങനെ ആ ഒരു സമയത്തേക്കാണ് പെട്ടെന്ന് ആ പിടിക്കുന്ന ആളുടെ മേത്തൊക്കെ എന്തോ ഇതെടുത്തെറിയുകയും അയാൾ ചെന്ന് തെറിച്ച് വീഴുകയും മറ്റാരുമല്ല ആദർശ് അവിടെ ചാടി വീഴുന്നു. എല്ലാവരും ഇടിച്ച് നിരപ്പാക്കുന്നു. ഡേവിഡിനും ചോക്കുറ്റി നോക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ വയറ്റത്തൊക്കെ ചവിട്ടി നിർത്തിയിട്ട് ചില ഡയലോഗുകളും ഒക്കെ ആദർശ് പറയുന്നു. കാരണം ആദർശ് ആൾക്കാർ മാളവികയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു അക്രമം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നും ആദർശ് പറയുകയാണ്. അങ്ങനെ ആദർശ് നാഗേന്ദ്രനെയും അതുപോലെ ഡേവിഡിനെ എല്ലാം അവിടെയുള്ള മറ്റു ഗുണ്ടകളെല്ലാം അടിച്ച് നിലംപരിശാക്കുവാണ് കേട്ടോ. എന്നിട്ട് മാളവികയെ ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ മനസ്സിലാവും നാഗേന്ദ്രൻ അബിയുടെ അച്ഛനാണെന്ന് മനസ്സിലായിട്ടുണ്ട്. എങ്കിൽ കൂടി ഇയാളെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കറക്റ്റ് ബന്ധങ്ങളൊക്കെ ആദർശിന് മനസ്സിലാവാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ മാളവികയിലൂടെ ആയിരിക്കും ആദർശ് തിരിച്ചറിയുന്നത്. അപ്പോൾ ഇനി ആദർശിൻ്റെ ഒരു വരവും അതുപോലെ ഇനി AN ജ്വല്ലറിയുടെ മൊത്തത്തിലുള്ള അതപ്പതിനും പ്രത്യേകിച്ച് അബിക്ക് ഇനിയിപ്പോൾ അബിയുടെ ആ ഒരു പതനം അത് നവ്യയിലൂടെ ആയിരിക്കും. നവ്യ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കണം. അപ്പോൾ നവ്യയുടെ ഇനിയുള്ള അടുത്ത നടപടി, അടുത്ത പ്രതികാരം എങ്ങനെയൊക്കെ ആവുമെന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള പുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ഉറപ്പായിട്ടും പത്രമായിട്ട് മിസ് ചെയ്യരുത്, കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.